ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ബ്ലൗസാണ്. റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഞാൻ പല തവണ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒത്തിരി പേരുടെ എൻക്വയറി കാരണം മാത്രമാണ് കേട്ടോ ഞാൻ വീണ്ടും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പറയട്ടെ. ഇത് സ്ട്രെച്ചബിളാണ് ഈ ബ്ലൗസ്. ഇതിൽ സ്ട്രൈപ്സ് ആയിട്ട് സിൽവർ ലൈൻസാണ് വന്നിരിക്കുന്നത്. ഇത് പ്രിൻ്റാണ്. അതുപോലെ ഇത് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു XXL സൈസിലുള്ളതാണ്. അപ്പോൾ നമുക്കിത് ലൂസാണെങ്കിൽ നമുക്കിതിനെ ഒന്ന് അടിക്കാം. പക്ഷേ ലൂസല്ല എങ്കിൽ നമുക്കിതിനെ അഴിച്ചിടാൻ പറ്റത്തില്ല. പിന്നെ ഇതൊരിക്കലും ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ല. കാരണം അത് ഞാൻ പ്രത്യേകം പറയുക. കാരണം ഒരു 40 സൈസ് കഴിഞ്ഞ കൂടുതലുള്ളവർക്ക് ഇത് കയറാൻ സാധ്യത കുറവാണ്. ചിലർക്കത് കംഫർട്ടബിളാണ്. അതിന് ഞാൻ ഒരിക്കലും ഉറപ്പ് തരുന്നില്ല. 40 സൈസിന് താഴേക്ക് ഇതിന് ഗ്യാരണ്ടി ഉള്ളൂ. കാരണം ഇത് വലിയും എങ്കിലും പിന്നെ ഒരു കാര്യം, ഇത് നമ്മുടെ 2 കൈയും കയറും, ഇവിടെ വരെയേ കയറുള്ളൂ, ഇങ്ങോട്ട് കീഴ്പോട്ടേക്ക് ഇറങ്ങില്ല എന്ന് പറയുന്നവരോട് ഒരു വാക്ക്, നമ്മളിതിന് ഓപ്പണില്ല. ഇതിന് നമ്മൾ ശരിക്കും വലിച്ചിട്ടാൽ മാത്രമേ ഇത് കംഫർട്ടായിട്ട് കിട്ടുള്ളൂ. ആദ്യമേ 1-2 തവണ ഇത് വലിച്ചിടാതെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇത് കയറില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഓപ്പണില്ലാത്തൊരിത് അത് വലിച്ചിടാൻ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ ആളുകളുടെ സൈസ് അനുസരിച്ച്. അല്ലാതെ ഇതെന്ന് പറഞ്ഞാൽ ഇത് എവർക്കും അധികവും ഇത് കംഫർട്ട് തന്നെയാണ് ഈ ബ്ലൗസ്. അപ്പം ഞാൻ ഇത് മാത്രമല്ല, ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 209 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അതിൽ കൂടുതലിന് റേറ്റ് പിന്നെ വളരെ അപൂർവമായിട്ട് ചിലത് 215 അങ്ങനെ 225 താഴെയുള്ള റേറ്റിലാണ് ഈ ബ്ലൗസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിന് കൊറിയർ ചാർജും വരുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ ഈ ബ്ലൗസുകളെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ബ്ലൗസ് തന്നെയാണിത്. ബ്ലാക്കിൽ സിൽവർ സ്ട്രൈപ്സാണ് വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ സ്ട്രെച്ചബിളാണ്. ഇത് കണ്ടോ, XLഉം XXLഉം അളവുകളാണ് ഇതിന് വരുന്നത്. ഇത് ബ്ലൂ ഷെയ്ഡ് ഉണ്ടോ, ഇത്രയും ഇത് സ്ട്രെച്ചബിളാണ്. സ്ലീവ് നമ്മളിത് ഇടുന്നതനുസരിച്ച് ശരിക്കും അതിനെ വലിച്ചിട്ടാൽ മാത്രമേ അത് ഭംഗിയായിട്ട് കിടക്കുകയുള്ളൂ കേട്ടോ. ഇത് ടീൽ ബ്ലൂ ഷെയ്ഡ്. ഇത് ബാക്ക് നെക്കാണ് നമ്മൾ ഇടുന്നത്. ഞാനിത് ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇടുന്ന ആളുടെ ഷേപ്പ് അനുസരിച്ച് തന്നെ ഇത് നമുക്ക് വലിഞ്ഞു കിട്ടുമെന്ന്. ഇത് മറൂൺ ഷെയ്ഡ്. ഇങ്ങനെയാണിത് വരുന്നത്. വൈറ്റേൽ സ്ട്രൈപ്സ് വന്നിരിക്കുന്നു. ഫ്രണ്ട്, ഇത് ബാക്ക്, ഫ്രണ്ടിൽ ടക്കുണ്ട്. ഇത് സ്ലീവ്. റെഡ്. ഇത്രയാണ് സ്ട്രൈപ്സിൻ്റെ കളറുകൾ വന്നിരിക്കുന്നത്. ഇത് റെഡും മറൂണും രണ്ടും രണ്ടാണ് കേട്ടോ. ഇത് സ്റ്റോൺ വർക്കുള്ള ബ്ലൗസാണ്. ഇതിൻ്റെ ബാക്കിലാണ് ഈ സ്റ്റോൺ വർക്ക് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവിൽ വരുന്നത്. കണ്ടോ, ഇതിൻ്റെ സ്ലീവിൽ ഇങ്ങനെ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡിൽ ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ് ബ്ലൂ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ബാക്ക് പോർഷനാണിത്. സ്ലീവ് ഇങ്ങനെ തന്നെ വരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെ ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ സ്റ്റോൺ വർക്ക് വരുന്നു ബ്ലൂ ഷെയ്ഡിൽ. ഇത് വൈൻ്റെ ഫ്രണ്ടാണ്. ഇത് ബാക്ക് സൈഡ് ഇങ്ങനെ സ്റ്റോൺ വർക്ക് ഫുള്ളായിട്ട് വരുന്നു. സ്ലീവിലും ഇങ്ങനെ തന്നെ വരുന്നു. ഇത് കണ്ടോ, നമുക്കിത് ഇത് കയ്യിൽ ശരിക്കും നമ്മളൊന്ന് പ്രസ് ചെയ്തങ്ങ് ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ഇത് ബാക്ക് പോർഷൻ വരുന്നു. സ്ലീവ് ഇതുണ്ടോ, സ്ലീവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഗോൾഡൻ പ്രിൻ്റാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ സാരിയുടെ ഡിസൈനൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ
6 കളറുകളുണ്ട്. എല്ലാം ഇങ്ങനെ ഗോൾഡൻ പ്രിൻ്റാണ്. എല്ലാം ഇങ്ങനെ സ്ട്രെച്ചബിളാണ് ബ്ലൗസുകൾ. അതുപോലെ നെക്കെല്ലാം അതുപോലെ തന്നെ കുറച്ചുകൂടെ ഇത് സ്ട്രെച്ചബിളാണ്. ഇതിൻ്റെ മറ്റ് കളറുകൾ, ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് എല്ലാത്തിൻ്റെയും സ്ലീവിനൊക്കെ നല്ല ലെങ്ത്ത് ഉണ്ട്. ചെറിയ ഗോൾഡൻ പ്രിൻ്റ്, ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ ഒരു റെഡ് കളറ്, റെഡിലും ചെറിയ ഗോൾഡൻ പ്രിൻ്റുകളാണ് വരുന്നത്. ഇത് ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യുന്നതല്ല, പക്ഷെ ഭംഗിയുള്ള ഒരു ഗോൾഡൻ ചെറിയ പ്രിൻ്റുകളായിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഇതതുപോലെ ലാവൻഡർ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു. വൈറ്റിലും ഈ ഗോൾഡൻ പ്രിൻ്റ് വളരെ മൈന്യൂട്ടായിട്ട് തന്നെ ഇത് വേണ്ടോ, ശരിക്കും ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ മൈന്യൂട്ടായിട്ടാണ് ഈ ഗോൾഡൻ പ്രിൻ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഗോൾഡൻ കസവ് ആയിട്ടുള്ള വൈറ്റ് സാരിക്കൊക്കെ ആണെങ്കിലും ഇത് ഭംഗിയായിട്ടിരിക്കും. പിന്നെ വന്നൊരു കളറാണ് കോഫി ബ്രൗൺ ഷെയ്ഡാണ്. അതിലും ചെറിയൊരു ഗോൾഡൻ പ്രിൻ്റ് വന്നിരിക്കുന്നു.